നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വണ്ണം കുറയ്ക്കാൻ വേണ്ടി യൂട്യൂബിൽ കണ്ട രീതിയിൽ ഡയറ്റ് എടുത്തു 18കാരി മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെരുവമ്പായി ഹെൽത്ത് സെന്ററിന് സമീപം കൈതേരിക്കണ്ടി വീട്ടിൽ എം ശ്രീനന്ദയാണ് മരിച്ചിരിക്കുന്നത്. വണ്ണം കൂടുതലാണ് എന്ന ധാരണയിൽ കുറച്ചുനാളായി ഈ കുട്ടി ഭക്ഷണത്തിന്റെ അളവ് കുറച്ചിരുന്നുവെന്നും ഇതാണ് പ്രശ്നമുണ്ടാകാൻ കാരണമായത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡോക്ടറുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും യൂട്യൂബിൽ കണ്ട ഡയറ്റ് തന്നെയാണ് ഈ മരണകാരണമായി പലരും പറയുന്നത്. യൂട്യൂബിൽ കണ്ട രീതിയിലാണ് ഈ കുട്ടി ഡയറ്റ് എടുത്തിരുന്നത് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ മാതാപിതാക്കളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. കുട്ടി ഭക്ഷണ ക്രമീകരണം നടത്തിയതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് ചികിത്സയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് എം ശ്രീനന്ദ മരണപ്പെടുന്നത്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഈ കുട്ടി ചികിത്സ തേടി എത്തിയിരുന്നു എന്നതാണ് വിവരം. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് മരിച്ചിരിക്കുന്നത്. പഠനത്തിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള കുട്ടി ഇത്തരത്തിലുള്ള ഡയറ്റ് പ്ലാൻ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഡയറ്റ് എടുത്തതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയ എത്രത്തോളമാണ് ഭീകരമായി മാറുന്നത് എന്നത് വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. കുറച്ചു കാലത്തിന് മുമ്പ് യൂട്യൂബ് വീഡിയോ നോക്കി വീട്ടിൽ പ്രസവിച്ച ഒരു യുവതി മരിച്ച വാർത്ത ജനങ്ങളേറെ ഞെട്ടലോടെ തന്നെയാണ് കേട്ടത്. അതേ രീതിയിൽ തന്നെയാണ് ഈ വാർത്തയെയും ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ പോച്ചാമ്പള്ളിക്ക് അടുത്ത് പുളിയംപട്ടിയിൽ താമസിച്ചിരുന്ന മാതേഷിന്റെ ഭാര്യ ലോകനായകി ഇങ്ങനെ മരണം സംഭവിക്കുന്നത്. അതായത് പ്രസവം യൂട്യൂബിൽ നോക്കി പ്രസവ രീതി പഠിച്ച് പ്രസവിക്കാൻ നോക്കിയതിന്റെ ഭാഗമായിട്ട് മരണം സംഭവിക്കുന്നത്. പ്രസവശേഷമുണ്ടായ അമിത രക്തസ്രവത്തെ തുടർന്നാണ് അന്ന് യുവതി മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ പ്രസവവേദന വന്നപ്പോൾ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഭർത്താവ് മാതേഷ് വീട്ടിൽ തന്നെ പ്രസവം നടത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നതാണ് അന്ന് പുറത്തുവന്ന വിവരം. എന്നാൽ പ്രസവശേഷം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മാതേഷ് ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും യുവതി മരിച്ചതായിട്ടാണ് ഡോക്ടർ വ്യക്തമാക്കിയത്. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഭർത്താവ് മാതേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നീടാണ് പോലീസ് യൂട്യൂബ് വീഡിയോകൾ നോക്കിയാണ് ഇവർ വീട്ടിൽ പ്രസവമെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും ഈ കാര്യങ്ങൾ പുറത്ത് വ്യക്തമാക്കുന്നതും. വീട്ടിൽ പ്രസവമെടുക്കുന്ന വീഡിയോ ഇയാൾ യൂട്യൂബിൽ പതിവായി കണ്ടിരിക്കുന്നതായിട്ടാണ് അയൽവാസികൾ ഉൾപ്പെടെ മൊഴി നൽകിയത്. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. യൂട്യൂബിലുള്ള രീതികളൊക്കെ കണ്ടുപഠിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നിട്ടുള്ള ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നെഞ്ചക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിച്ചതൊക്കെ യൂട്യൂബ് നോക്കിയാണ് എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന്റെയൊക്കെ ഏറ്റവും അടുത്ത ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നത്. യൂട്യൂബിൽ നോക്കി ഡയറ്റ് നോക്കിയതിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടി ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടി യൂട്യൂബിൽ കണ്ട രീതിയിൽ ഡയറ്റ് എടുത്തതാണ് ഈ 18കാരിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായിരിക്കുന്നത് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. മെരുവമ്പായി ഹെൽത്ത് സെന്ററിന് സമീപത്ത് കൈതേരിക്കണ്ടി വീട്ടിൽ എം ശ്രീനന്ദയാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത്. വണ്ണം കൂടുതലാണെന്ന ധാരണയിൽ കുറച്ചു നാളായി ഈ കുട്ടി ഭക്ഷണത്തിന്റെ അളവ് കുറച്ചിരുന്നതായും ഇതാണ് പ്രശ്നത്തിന് കാരണമെന്നും ബന്ധുക്കൾ പറയുന്നു. ഡോക്ടറുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും യൂട്യൂബിൽ കണ്ട രീതിയിലാണ് കുട്ടി ഡയറ്റ് എടുത്തിരിക്കുന്നത് എന്ന കാര്യങ്ങൾ വ്യക്തമാണ്. കുട്ടി ഭക്ഷണക്രമത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായിരുന്നത് എന്നും ഇതിനെ തുടർന്ന് പിന്നീട് കുട്ടി ആരോഗ്യനില മോശമായ അതിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നെന്നും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് എം ശ്രീനന്ദ മരണപ്പെട്ടതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിയുകയായിരുന്നു ശ്രീനന്ദ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ ചികിത്സ തേടിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. എന്തായാലും വളരെ വേദനയോടെ തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിനെ ആശ്രയിക്കുന്നതിന് മുമ്പ് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായിട്ട് ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെയും ഒക്കെ കൺസൾട്ടൻസി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്തുടരാൻ പാടുള്ളൂ എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവരും ഉയർത്തി കാണിക്കുന്നത്.